അദ്ദേഹം ഇന്നലെ അല്ല 26 തീയതി ഉച്ചയ്ക്ക് വിളിച്ച് നികുതി കുടിശ്ശിയുള്ള കാര്യം അറിയാമോന്ന് ചോദിച്ചു. അപ്പൊ തന്നെ നാളെ അടയ്ക്കാം എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ നിക്ക് ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി എന്നും പറഞ്ഞ് നമ്മളോട് ഭീഷണി സ്വരത്തിൽ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 4 മിനിറ്റിലധികമുള്ള സമയം പ്രകോപനപരമായ നിലയിലാണ് സംസാരിച്ചത്. അപ്പോൾ വില്ലേജ് ഓഫീസർ ആണോ ഈ സംസാരിക്കുന്നത് എന്ന നിലയിൽ പോലും എനിക്ക് സംശയം ഉണ്ടായി. അതിൽ നിന്നാണ് ഞാൻ തിരിച്ച് പ്രകോപിതനായി സംസാരിക്കുന്നത്. അതല്ലാതെ അതിന്റെ വ്യക്തത മനസ്സിലാകണമെങ്കിൽ 4 മിനിറ്റുള്ള സംഭാഷണം അദ്ദേഹം റെക്കോർഡ് ചെയ്ത് അദ്ദേഹം പുറത്തു വിട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈ കാര്യത്തിൽ വ്യക്തത വരും. ഒരു കാര്യം ചോദിച്ചോട്ടെ ശ്രീ സഞ്ജു, അതായത് അത്തരത്തിലൊരു പ്രകോപനമായ രീതിയിൽ താങ്കളോട് സംസാരിച്ചു, പക്ഷെ താങ്കളുടെ മറുപടി വീട്ടിൽ കയറി വെട്ടുമെന്നുള്ളൊരു ഭീഷണിയായിരുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ ശ്രീ സഞ്ജു? അല്ല, അത് ആ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞത്, അത് വെട്ടാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ആ 4 മിനിറ്റ് നീണ്ട സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ കേൾക്കുന്നവർ ഏത് രീതിയിലൊക്കെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മറ്റൊരു കാര്യം ഞാൻ പറയാൻ പോവുകയാണ്. ഇദ്ദേഹം വ്യക്തമായി എന്നെ ട്രാപ്പ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ആലോചനയുടെ ഭാഗമായി വിളിക്കുകയും എന്നെ പ്രകോപിതനാക്കുകയും സംസാരിക്കുകയും, നികുതി പിരിവൊന്നും അല്ല ഇവിടെ വിഷയം. നികുതി 9,000 രൂപ അടയ്ക്കാം, അത് വലിയ കാര്യമല്ല. 9,000 രൂപയ്ക്ക് വേണ്ടി ഇത്രയും കൊലാഹലം കാണിക്കേണ്ട കാര്യമില്ല. കളക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, അത് രേഖ കാണിക്കട്ടെ. 4 വർഷമായിട്ട് ഞാൻ നികുതി അടച്ചിട്ടുള്ള രേഖ കാണിക്കട്ടെ. 4 വർഷമായിട്ട് നികുതി അടച്ചിട്ടുള്ള 2021 മുതലുള്ള രേഖ എനിക്ക് കാണിക്കണം. അപ്പൊ എന്നെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം പറഞ്ഞത്. 2022 മുതൽ എന്നെ വിളിക്കുകയാണെന്ന് പറഞ്ഞത്. 22 എനിക്ക് നോട്ടീസ് ഒന്ന് കാണിക്കണം. ഇത് ബോധപൂർവ്വം ആക്ഷേപിക്കാൻ വേണ്ടി തന്നെ അദ്ദേഹം ചെയ്തതാണ്. അല്ല, ഒരു കാര്യം കൂടെ, കളക്ടർ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഇന്നലെ ആരോ ഭീഷണിപ്പിടിച്ച് അതിന്റെ ഭാഗമായിട്ട് നാരങ്ങാനത്ത് ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് കൊടുത്തു. അപ്പൊ കളക്ടർ അദ്ദേഹത്തോട് ചോദിച്ചു, ആ റെക്കോർഡിംഗ് ഇടയില്ല. അയാളെ ആരോ ഭീഷണിപ്പെടുത്തേണ്ട റെക്കോർഡിംഗ് ഇടയില്ല. ഞാനുമായി സംസാരിച്ചാൽ മാത്രം റെക്കോർഡിംഗ് ഉള്ളൂ. അപ്പൊ ഇത് ബോധപൂർവമായ ഒരു സീൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന് നാരങ്ങാനം അത്ര തൃപ്തികരമായ സ്ഥലമല്ല. കാരണം ചെറിയ ഗ്രാമമാണ്, ഇന്റർനാഷണൽ കൈക്കൂലിക്കാരനാണ് ഇയാള്. നമ്മുടെ ചെറിയൊരു ഗ്രാമപ്രദേശത്തൊന്നും ഇദ്ദേഹം ഉദ്ദേശിക്കുന്ന നിലയിലുള്ള കൈക്കൂലി ഒന്നും അവിടെ കിട്ടത്തില്ല. അപ്പൊ അതുകൊണ്ട് വേറൊരു ലാവണത്തിലേക്ക് അദ്ദേഹത്തിന് പോകുന്നതിന് വേണ്ടി CPIM-ന്റെ പ്രവർത്തകനായ എന്നോട് ഏറ്റുമുട്ടിയിട്ട് അതിന്റെ ഭാഗമായിട്ട് അവിടുന്ന് പോകണം. അതാണ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി അയാൾ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു നാടകമാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള. അല്ല, 9,000 രൂപ നികുതി കുടിശ്ശിക അടയ്ക്കുന്നതിന് വേണ്ടി ഈ പ്രശ്നത്തിനൊന്നും പോകേണ്ട കാര്യമില്ല. ഞാൻ അടയ്ക്കത്തില്ലെന്ന് പറഞ്ഞെങ്കിലേ ഉള്ളൂ മറ്റു നടപടിയിലേക്ക് പോകുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ഇപ്പോൾ ഈ വില്ലേജ് ഓഫീസർക്കെതിരെ താങ്കൾ ഈ അഴിമതി ആരോപണമൊക്കെ ഉന്നയിക്കുന്നുണ്ടല്ലോ. അതിൽ നമുക്കറിയുന്നത് പോലെ നമുക്ക് ADM നവീൻ ബാബുവുമായി ബന്ധപ്പെട്ട വിഷയമൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഒരു ഗവൺമെന്റ് സർവീസ് ജീവനക്കാരൻ സാബു എന്ന് പറയുന്ന NGO യൂണിയൻ നേതാവായിരിക്കെ മരിച്ചുപോയി. ആ മരിച്ച ആളിന്റെ അവകാശികൾ ഫാമിലി വേണ്ടി ഇദ്ദേഹത്തെ സമീപിച്ചു. 1.5 മാസം ആ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റ് കൊടുക്കാതെ തടഞ്ഞു വെച്ചു. അതിന് അദ്ദേഹം പറഞ്ഞ കാര്യമുണ്ട്, ഇവിടെ ഞങ്ങൾ താൽക്കാലിക ജീവനക്കാരെ വെച്ചിട്ടുണ്ട്, അവർക്ക് ശമ്പളം കൊടുക്കാൻ കാശ് തന്നാലേ പറ്റത്തുള്ളൂ. ഇതറിഞ്ഞുകൊണ്ട് NGO യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് തന്നെ നേരിട്ട് വിളിച്ചു. അദ്ദേഹത്തോടായി പറഞ്ഞത്, ഇവിടെ താൽക്കാലിക ജീവനക്കാരുടെ ശമ്പളം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താൽ ഞങ്ങൾ കൊടുക്കുന്നതെന്ന്. അദ്ദേഹം ഞാൻ NGO യൂണിയന്റെ ജില്ലാ പ്രസിഡന്റ് ആണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാനിടയായത്. ഇത് സസ്പെൻഷൻ കഴിഞ്ഞാണ് ഇപ്പൊ നാരങ്ങാനത്ത് വന്ന് കയറിയത്. സസ്പെൻഷന്റെ കാരണവും കൈക്കൂലി തന്നെ. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇദ്ദേഹം ജോലി ചെയ്ത വില്ലേജ് ഓഫീസിൽ നിന്നും അതിന്റെ പരിസരത്തു നിന്നുമുള്ള ആളുകളെല്ലാം നമ്മളെ വിളിച്ചു. ഇദ്ദേഹം കാട്ടിക്കൂട്ടിയിട്ടുള്ള കുഴപ്പങ്ങളുടെ എല്ലാം ഒരു നീണ്ട ലിസ്റ്റ് തന്നെ നമ്മുടെ പക്കൽ ഇതിനോടകം തന്നെ വന്നിട്ടുണ്ട്. നിലവിൽ ഇദ്ദേഹം എൻക്വയറി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. RDOയെ അപമാനിച്ചതിന് എൻക്വയറി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തഹസീൽദാർ വന്നാൽ അവരുമായിട്ട് മോശമായി സംസാരിക്കും. ഡെപ്യൂട്ടി കളക്ടർ വന്നാൽ അവരുമായിട്ട് മോശം സംസാരിക്കും. ഇതെല്ലാം പല കോണുകളിൽ നിന്നും നമുക്ക് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു പൊതുവിൽ ഇത്തരം പ്രശ്നങ്ങൾ എവിടെ ഇരുന്നാലും ഉണ്ടാക്കുന്ന ഒരാൾ തന്നെയാണെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള ഹിസ്റ്ററി. ആളുകൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സസ്പെൻഷൻ നേരിട്ട ആളാണ്. അത്തരത്തിലൊരു അഴിമതി ആരോപണമൊക്കെ താങ്കൾക്ക് ഉറപ്പായും അറിയുമെങ്കിൽ അത്തരത്തിലുള്ളൊരു നിയമ നടപടിയെ മുന്നോട്ട് പോവുകയല്ലേ വേണ്ടത്? അതെ, ഇന്നലെ അല്ലേ പറഞ്ഞത് ഇനി നിയമ നടപടിക്ക് പോകാൻ തുടങ്ങുന്നില്ല. ഇന്നലെ ഇദ്ദേഹത്തെ ആദ്യമായി ഇദ്ദേഹം വില്ലേജ് ഓഫീസറായിട്ട് അവിടെ വന്ന വിവരം പോലും ഇദ്ദേഹം എന്നെ ഫോൺ വിളിക്കുമ്പോഴാണ് ഞാൻ അറിയുന്നത്. അതിനുശേഷം ഈ 2 ദിവസത്തിനുള്ളിലാണ് ഇത്തരം കാര്യം. അപ്പോൾ തന്നെ നാരങ്ങാനം പഞ്ചായത്തിൽ വന്ന് 2 സ്ഥലങ്ങളിൽ നിന്ന് 10,000 രൂപ വീതം കൈക്കൂലി വാങ്ങിച്ചു എന്നുള്ള വിവരം തന്നെ ഇതിനോടകം തന്നെ ഞാൻ അറിഞ്ഞു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.